Hello students, welcome to X and Y Learning NMMS lectures. So, നമ്മുടെ NMMS ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കറക്റ്റായിട്ട് നമ്മളുടെ ക്ലാസ്സസ് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇന്ന് മാത്സിൻ്റെ അടുത്തൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ടോപ്പിക്കിൻ്റെ പേര് വരുന്നത്. സോ നമ്മൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? സോ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ് ഇൻട്രസ്റ്റ്സ് ഒക്കെ. ഓക്കെ, ഇപ്പോൾ ബാങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബാങ്കിൽ നമ്മളുടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടും. സോ ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ഇപ്പം ഇൻട്രസ്റ്റ് തന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ഇൻട്രസ്റ്റ് ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഒരു ബാങ്കിൽ നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ആ എമൗണ്ടിന് നമുക്ക് ഒരു റിട്ടേൺ കിട്ടും. പക്ഷേ ഞാൻ ബാങ്കിൽ പോയിട്ടൊരു 100 rupees, ഓക്കെ, എൻ്റെ പ്രിൻസിപ്പൽ 100 rupees ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ 1000 rupees ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആദ്യം നമ്മളുടെ കയ്യിലുള്ള പൈസ, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് കുറച്ച് ലോൺ എടുക്കുകയാണ്. ആ ലോൺ എടുക്കുന്ന ആ ഫസ്റ്റ് എമൗണ്ട് ആണ് എന്ത്, പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഞാൻ 1000 എന്ന് നിർത്തും. ഇനി അവരൊരു ബാങ്ക് ഒരു റേറ്റ് ചാർജ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര റേറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് തരുമെന്ന് അവരൊരു റേറ്റ് ഉണ്ടാവും. ആ റേറ്റിനെയാണ് R എന്ന് പറയാം. ഓക്കെ, സേ ബാങ്ക് എനിക്കൊരു 10% ആണ് ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഞാൻ എത്ര കൊല്ലത്തേക്കാണ് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 2 years, 2 കൊല്ലത്തേക്കാണ് ഞാൻ ആ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്രിൻസിപ്പൽ എമൗണ്ട് 1000 ആണ്, റേറ്റ് 10% ആണ്. N എന്ന് പറയുന്നത് നമ്മൾ എത്ര ടൈമിനാണ് ആ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതാണ് N എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2 years എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് SI is equal to NRP/100 എന്ന് പറയാം. ഓക്കെ, SI is equal to NRP/100 എന്ന് പറയാം. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മളിപ്പം ഈ പ്രിൻസിപ്പൽ നമ്മൾ അവിടെ വെച്ചു, ഫസ്റ്റ് നമ്മൾ പ്രിൻസിപ്പൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 10% അതിൻ്റെ റിട്ടേൺ കിട്ടും അല്ലേ? ഒരു കൊല്ലം കഴിയുമ്പോൾ എത്രയായിരിക്കും? 1000ൻ്റെ 10%, ദാറ്റ് ഈസ് 10,000 ഇൻറ്റു 10/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 rupees. 100 Rs, 1000 Rs നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് 100 Rs കിട്ടും. ഓക്കെ, അപ്പം ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ 1000ഉം പിന്നെ ഇപ്പോൾ കിട്ടിയ 100ഉം കൂടെ 1100 അവിടെ ബാങ്കിലുണ്ടാവും. ഓക്കെ, ഇനി 2 കൊല്ലം കഴിഞ്ഞാലോ? 2 കൊല്ലം കഴിയുമ്പോൾ അഗെയിൻ എത്രയാണ്? ഇതേ 10%, ഈ 1000 rupees തന്നെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ തന്നെ 10%, ഇതിൻ്റെ തന്നെ 10% അടുത്തൊരു കൊല്ലവും നമുക്ക് കിട്ടും. ദാറ്റ് വിൽ ബി ദിസ് ഈസ് ഈക്വൽ ടു 100 തന്നെയാണ്. സോ 2 കൊല്ലം കഴിയുമ്പോൾ 1200 നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കൊല്ലമാണെങ്കിലും രണ്ടാമത്തെ കൊല്ലമാണെങ്കിലും നമ്മളുടെ എടുക്കുന്ന ആ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് പറയാം ആദ്യത്തെ കൊല്ലം 1000 ആണ്. ഫസ്റ്റ് നമ്മൾ 1000 rupees ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് കൊല്ലം നമുക്ക് കിട്ടുന്നത് 1000 ഇൻറ്റു 10/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ആണ്. സോ ആദ്യത്തെ കൊല്ലം നമുക്ക് 1100 തന്നെ അവിടെ ബാങ്കിൽ ഉണ്ടാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ കൊല്ലം, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്താണ് കൺസിഡർ ചെയ്തത്? രണ്ടാമത്തെ കൊല്ലവും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും എന്താണ് 1000 തന്നെയാണ് നമ്മൾ അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് എടുത്തത്. പക്ഷേ ഇവിടെ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഇപ്പോൾ കിട്ടിയ ഈ ഒരു 1100, ഈ ഒരു പൈസൻ്റെ മുകളിലായിരിക്കും അടുത്തൊരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് 1100 ഇൻറ്റു 10/100 എന്ന് വരും. ഓക്കെ, ഇത് 0 ക്യാൻസൽ, ദിസ് വിൽ ബി ഈക്വൽ ടു 110. ഓക്കെ, ഇത് 110നോട് ഈക്വൽ ആണ്. അപ്പോൾ അതും കൂടെ ഇനി കൂട്ടുമ്പോൾ 1100 ഓൾറെഡി ഉണ്ടായിരുന്നു, അതിലേക്ക് 110ഉം കൂടെ കൂട്ടുമ്പോൾ 1210 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ കണ്ടോ, 2 കൊല്ലം കഴിഞ്ഞപ്പം സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 1200 rupees തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. 1000 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1200 ആണ് നമുക്ക് കിട്ടിയത്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്ക്, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1210 rupees നമുക്ക് അധികം കിട്ടി അല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 10 രൂപ നമുക്ക് അധികം കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? രണ്ടാമത്തെ കൊല്ലം നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് എടുക്കുന്നത് ഏത് പൈസയാണ്? ആദ്യത്തെ കൊല്ലം ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് രണ്ടാമത്തെ ഇയറിൽ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് എടുക്കുക.
അതിൻ്റെ മുകളിലാണ് പിന്നെ നമ്മൾ അടുത്ത റേറ്റ്, അടുത്ത ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തേർഡ് ഇയറിൽ എങ്ങനെയായിരിക്കും? ഈ 1210 ഇല്ലേ, അതിൻ്റെ മുകളിലായിരിക്കും എന്ത് അടുത്തൊരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് പ്രിൻസിപ്പൽ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുലയുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓർ ഐ ക്യാൻ സേ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എമൗണ്ട്. നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് P ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു n ആയിരിക്കും. ഓക്കെ, P ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു n ആയിരിക്കും. ഇതാണ് നമുക്ക് ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര ഇയറിലേക്കാണ് നമ്മളോട് ചോദിച്ചത്, അത് ആ 2 കൊല്ലത്തേക്കാണെങ്കിൽ ആ 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇതായിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഫോമിൽ വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രിൻസിപ്പൽ എത്രയാ? 1000 rupees. 1000 ഇൻറ്റു 1 + റേറ്റ് എത്രയാ? 10/100 ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലത്തേക്കാണ്? 2 കൊല്ലത്തേക്ക്. സോ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇത് എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 1 + 10/100. 10/100 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. സോ 1000 ഇൻറ്റു 1.1 ഹോൾ സ്ക്വയർ. 1.1 ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്താൽ 1.21 എന്ന് കിട്ടും. ഓക്കെ, 11ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണ്. സോ 1.1ന്റെ സ്ക്വയർ 1.21. സോ 1000 ഇൻറ്റു 1.21 ദാറ്റ്സ് ഈക്വൽ ടു 1210. സി 1210 നമ്മളല്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 1210 ആണ്. സോ ഈ ഒരു ഫോർമുല എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്. ഓക്കെ, ഇത് നമ്മൾ കിട്ടുന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇൻട്രസ്റ്റ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി ടോട്ടൽ ആ 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇവിടെ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇഫ് ദ ഇൻട്രസ്റ്റ് ഓൺ Rs1000 ഫോർ 1 ഇയർ ഈസ് Rs70, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കൊല്ലത്തേക്ക് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? നമുക്കറിയാം ഫോർമുല NRP/100 ആണ്. ഓക്കെ, ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത്? ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് 70 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? പെർസെൻറ്റേജ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 6 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? R ഈസ് ഈക്വൽ ടു നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100. ഈ ഫോർമുലേനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ n ഇൻറ്റു P എന്ന് വരും. ഓക്കെ, സോ ഈ സെയിം ഫോർമുലേനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തതാണ് ഈ കാണുന്നത്. ഇവിടുന്ന് 6 കാണാൻ SI ഇൻറ്റു 100 ബൈ n ഇൻറ്റു P. ഇത് എത്ര കിട്ടും? SI സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ? സിമ്പിൾ ഇൻട്രസ്റ്റ് 70 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ. ഓക്കെ, ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. SI ഈസ് ഈക്വൽ ടു 70 ആൻഡ് പ്രിൻസിപ്പൽ ഈസ് P ഈസ് ഈക്വൽ ടു 1000. സോ n എന്ന് പറഞ്ഞാൽ എത്രയാ? n ഈസ് ഈക്വൽ ടു 1 ഫോർ 1 ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഫോർ 1 ഇയർ. സോ n ഈസ് ഈക്വൽ ടു 1. സോ 1 ഇൻറ്റു P എന്ന് പറയുന്നത് എത്രയാ? 1000. സി 0 0 ക്യാൻസൽ, 0 0 ക്യാൻസൽ, 0 ഈ 0യും ക്യാൻസൽ. ബാക്കി എത്രയുണ്ട്? 7. സോ 7% ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നമ്മൾ ജസ്റ്റ് ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ ഡെപ്പോസിറ്റഡ് 10,000 ഇൻ ആൻ അക്കൗണ്ട് വിച്ച് ഗീവ്സ് സിമ്പിൾ ഇൻട്രസ്റ്റ്. He withdrew the amount and interest after 2 years. He would have got 64 more had interest been compounded. What was the rate of interest as a percent? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരാൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 10,000 രൂപ നിക്ഷേപിച്ചു. 2 കൊല്ലം കഴിഞ്ഞ് മുതലും പലിശയും പിൻവലിച്ചു. അതേ നിരക്കിൽ കൂട്ടുപലിശ ആയിരുന്നെങ്കിൽ 64 രൂപ അധികം കിട്ടുമായിരുന്നു. അതായത് അയാൾ സിമ്പിൾ ഇൻട്രസ്റ്റിനാണ് ഈ 10,000 rupees 2 കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾക്കൊരു റിട്ടേൺ കിട്ടി. ഇത് ഇയാൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് നിക്ഷേപിച്ചിരുന്നതെങ്കിൽ 64 rupees കൂടുതൽ കിട്ടുമായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് എക്സ്ട്രാ അധികം പൈസ തിരിച്ചു കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ 64 rupees ആണ് ആ അധികം കിട്ടിയ പൈസ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് എ പെർസെൻ്റാണ് ചോദിച്ചത്. ഓക്കെ, ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം P ഇൻറ്റു 1 +
r/100 ഹോൾ റേസ് ടു n ആണ്. ഓക്കെ, അതേപോലെ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിലെ എമൗണ്ട് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ദാറ്റ് ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് NPR/100 പ്ലസ് പി ആണ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പി എങ്ങനെ വരുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല പറഞ്ഞു. പിന്നെ അവിടുത്തെ എമൗണ്ട് കിട്ടണമെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. എമൗണ്ട് കിട്ടണമെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ കൂട്ടണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പി. സോ ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമുക്കറിയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നിന്ന് ഈ ഒരു ഫോർമുല മൈനസ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ എത്ര പൈസ കിട്ടി? ഇപ്പോൾ കോമ്പൗണ്ട് ആയിട്ട് ചെയ്ത ഫോർമുലയാണിത്. സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആണിത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് 64 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്താൽ നമുക്ക് കിട്ടുക ഇത് നമുക്ക് 2 ഇയേഴ്സിനാണ് 2 ഇയേഴ്സിനാണ് നമ്മൾ ഈ അയാൾ നിക്ഷേപിക്കുന്നത്. സോ 2 ഇയേഴ്സിന് ആ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് P ഇൻറ്റു r/100 ഹോൾ സ്ക്വയർ. ഓക്കെ, ഡിഫറൻസ് ഫോർ 2 ഇയേഴ്സ്. 2 കൊല്ലത്തേക്കുള്ള ആ ഒരു ഡിഫറൻസ് കാണാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് 2 ഇയറിനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരാൾ 2 കൊല്ലത്തേക്ക് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്താലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്താലും തമ്മിലുള്ള ഡിഫറൻസ് അത് ചോദിച്ചാൽ കാണാനുള്ള ഫോർമുലയാണിത്. സോ നമുക്ക് ഇവിടെ ഈ ഒരു ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. ആ ഡിഫറൻസ് D = P എത്രയാ? 10,000 ഇൻറ്റു R എത്രയാ? r/100 ഹോൾ സ്ക്വയർ ആണ്. R എന്ന് പറയുന്നത് R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡിഫറൻസ് 64 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ പറയാണ് 64 = 10,000 ഇൻറ്റു r²/100 സ്ക്വയർ. ഓക്കെ, r/100 ഹോൾ സ്ക്വയറിന് r²/100 സ്ക്വയർ എന്നെടുത്തു. 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. സോ 10,000ഉം 10,000ഉം ക്യാൻസൽ ചെയ്ത് പോയി. സോ 64 = അല്ലെങ്കിൽ r² = 64 എന്ന് കിട്ടും. R = 8. ഓക്കെ, 64ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. സോ എത്രയാണ് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ 3 8 ആണ് വരിക. സോ ഈ ഒരു ഫോർമുല, ഈ ഒരു ട്രിക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നത്? ഈ ഒരു റിലേഷൻ, ഈ ഒരു സബ്സ്ട്രാക്ഷൻ ചെയ്തിട്ട് തന്നെയാണ് എത്തുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല എടുക്കും, സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല എടുക്കും. അതിൻ്റെ രണ്ടിൻ്റെയും എമൗണ്ട് കാണാനുള്ള ഫോർമുല തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കാണുമ്പോൾ ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചാൽ 2 ഇയേഴ്സിനുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 30 years യൂസിങ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് amount becomes 4 times the original amount. What is the rate of interest? 30 കൊല്ലത്തിൽ എന്താണ് സാധാരണ പലിശ നിരക്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു എമൗണ്ട് 4 മടങ്ങാകുന്നു. പലിശ നിരക്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഐ ക്യാൻ സേ ഫസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട്. ആദ്യം ഒരു പി ഉണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്. ഓക്കെ, N എന്ന് പറയുന്നത് 30 ആണ്. ആൻഡ് R ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നോർമൽ ഒരു കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? NPR/100. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് NPR/100. 30 കൊല്ലം കൊണ്ട് ആ ഒരു തുക 4 മടങ്ങാവുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള എമൗണ്ടിൻ്റെ 4 times ആണ് എന്ത് 30 കൊല്ലം കൊണ്ട് കിട്ടുക. അപ്പോൾ ആഫ്റ്റർ 30 years അവിടെ 4p ഉണ്ടാവും. ആഫ്റ്റർ 30 years 4p റിട്ടേൺ കിട്ടും. ആദ്യം P ഉണ്ടായിരുന്നു, പിന്നെ 30 years കഴിഞ്ഞപ്പോൾ അത് 4p ആയി മാറി. അപ്പോൾ ടോട്ടൽ എത്ര കൂടി? -P ചെയ്താൽ നമുക്ക് എത്ര കൂടി എന്നറിയാൻ പറ്റും. 3p. ആദ്യം അയാൾ ഡെപ്പോസിറ്റ് ചെയ്തത് P ആണ്, പിന്നെ ഒരു 3pയും കൂടെ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുമ്പോഴാണ് 4p കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കയറിയ ആ പൈസ എത്രയാ? 3p ആണ്. അപ്പോൾ 3p ആണ് ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കയറിയത്. 3p = NPR. N എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു P ഇൻറ്റു R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, r/100. ഓക്കെ, ഇനി ഇവിടുന്ന് എന്തൊക്കെ ഇതിൽ R കണ്ടുപിടിക്കാൻ? R = 3p × 100. 3p × 100 / 30p.
30 ഇൻറ്റു പി. സോ ഇവിടുന്ന് എനിക്ക് പിയും പിയും ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇവിടുന്ന് ഒരു 0യും 0യും ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്രയാ? 3 ഇൻറ്റു 10 30. 30/3 ചെയ്യുമ്പോൾ എനിക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, സോ 10% ആയിരിക്കും എന്തെന്ന് പറയുന്നത് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 30 കൊല്ലം കഴിഞ്ഞാൽ അയാളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 4 ഇരട്ടിയാവും. ഓക്കെ, 4 മടങ്ങാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 4 മടങ്ങാവണമെങ്കിൽ എത്ര? ആദ്യം ഒരു പി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, ആദ്യം ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അതിലേക്ക് അത് 4 മടങ്ങായി എന്ന് പറയുമ്പോൾ എത്രയാണ് അവിടെ ഇൻക്രീസ് വന്നത്? 3p ആണ് ഇൻക്രീസ് വന്നത്. ഓക്കെ, 3pയും പിന്നെ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത പിയും കൂടെ കൂട്ടുമ്പോഴാണ് 4p ആവുന്നത്. സോ 3p ആണ് അവിടെ എക്സ്ട്രാ വന്നത്. എക്സ്ട്രാ വന്ന പൈസയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ അതുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ 3p എന്ന് എടുത്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് റേറ്റ് എത്രയാണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A certain sum of money was deposited at simple interest at a certain rate for 4 years. Had it been put at a rate of 2% higher, it would have fetched 50 more as interest. Find the sum. ഇപ്പോൾ ഒരു പൈസ ഒരു നിശ്ചിത നിരക്കിൽ 4 കൊല്ലത്തേക്ക് ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിക്ഷേപിച്ചാൽ 2% ഉയർന്ന പലിശ നിരക്കിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ 50 രൂപ കൂടി പലിശ ഇനത്തിൽ ലഭിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് 2 കേസ് ഉണ്ട്. അത് നമ്മൾ നോർമൽ റേറ്റിൽ, സോ ഫസ്റ്റ് കേസ് 1 എന്ന് പറയുന്നത് എന്താ? നോർമൽ കേസിൽ നമ്മൾ ചെയ്യുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം NPR/100 അല്ലെങ്കിൽ NRP/100. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. അതിൽ N എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. സോ ദിസ് ഈക്വൽ ടു N തന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നിട്ടില്ല അല്ലേ. സോ N ഈസ് ഈക്വൽ ടു ദിസ് ഈസ് 4 RP/100. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമതൊരു കേസ് പറഞ്ഞിട്ടുണ്ട്. കേസ് 2 എന്താ? ഹാഡ് ഇറ്റ് ബീൻ പുട്ട് അറ്റ് എ റേറ്റ് ഓഫ് 2% ഹയർ. ആ റേറ്റ് ഒരു 2% കൂടുതലായിരുന്നെങ്കിൽ 50% ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 50% ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? SI ആണ്, അതിൻ്റെ കൂടെ 50യും കൂടെ കൂടും. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് 50. എങ്ങനെയാണെങ്കിൽ 2% ഹയർ ആയിരിക്കണം റേറ്റ്. സോ N എത്രയാ? 4. റേറ്റ് എന്ന് പറയുന്നത് 2% ഹയർ. ന്യൂ റേറ്റ് അപ്പോൾ R+2 ആവും. ആദ്യത്തെ റേറ്റ് 6 ആണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് R+2 ആവും. ഇൻറ്റു പ്രിൻസിപ്പൽ എമൗണ്ട് മാറുന്നില്ല, P/100. ഓക്കെ, ഇങ്ങനെയാവും രണ്ടാമത്തെ കേസിലുള്ള ഇക്വേഷൻ. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ്, ഈ ഒരു ഫോർമുലയാണ്. സോ ഇവിടെ ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റിന് പകരം 4 RP/100 ഈക്വൽ ടു, സോറി ഇവിടെ പ്ലസ് ഒരു 50 ഉണ്ട്. പ്ലസ് 50 ഈക്വൽ ടു 4/100 ചെയ്യുമ്പോൾ ബൈ 25. ഓക്കെ, ബാക്കി എന്താ ഉള്ളത്? PR/25 പ്ലസ് 2P/25. ഇവിടെ 4 RP/100 കട്ട് ചെയ്തിട്ട് RP/25. സോ RP/25 പ്ലസ് 50 ഈക്വൽ ടു, ഇവിടെ PR/25 ഞാൻ RP/25 എന്ന് എടുക്കുകയാണ്, പ്ലസ് 2P/25. ഓക്കെ, ഇവിടെ RP/25 ക്യാൻസലായി. ബാക്കി 2P/25 ഈക്വൽ ടു 50. 2P/25 ഈക്വൽ ടു 50. അല്ലെങ്കിൽ ഈ 2ഉം 50 ക്യാൻസൽ ചെയ്ത് ബാക്കി 25 എന്ന് പറയാം. ഓക്കെ, സോ P ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 25, ദാറ്റ് ഈസ് 25 സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 625. ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ ഇവിടെ 2 കേസസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ കേസിൽ നോർമൽ കേസാണ്, പിന്നത്തേൽ 2% കൂടി, റേറ്റ് 2% കൂടി. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ 50 റുപ്പീസ് എക്സ്ട്രാ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ SI പ്ലസ് 50 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, SI നമ്മൾ ഓൾറെഡി അറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4 RP/100 ആണ്. ആ ഒരു ഇക്വേഷൻ നമ്മൾ പുട്ട് ചെയ്ത് കൊടുത്തപ്പം നമുക്ക് 625 എന്ന ആൻസറിലേക്ക് എത്താൻ പറ്റി. Next question. If an amount invested at compound interest becomes 800 rupees in 2 years and 840 in 3 years, then what is the interest rate? ഇപ്പോൾ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ്
2 ഇയേഴ്സ് കഴിയുമ്പോൾ 800 rupees ആണ്, ആൻഡ് 3 ഇയേഴ്സ് കഴിയുമ്പോൾ 840 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എമൗണ്ട് ആണ് ഇവിടെ. എമൗണ്ടിൻ്റെ ഫോർമുല നമുക്കറിയാം. എമൗണ്ട് ഈസിക്കൽ പി ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു n. ഓക്കെ, ഇവിടെ ആദ്യമുള്ള എമൗണ്ട് 2 ഇയേഴ്സിലുള്ള എമൗണ്ട് എത്ര? 800. സോ ഐ ക്യാൻ സേ 800 = പ്രിൻസിപ്പൽ എത്രയാ? പ്രിൻസിപ്പൽ എത്രയാണെന്ന് അറിയില്ല. സോ പി ഇൻറ്റു 1 + റേറ്റ് എന്ന് പറയുന്നത് റേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, R/. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് കേസിലും എന്താണ് റേറ്റ് സെയിം തന്നെയാണ്. 2 കൊല്ലത്തേക്കാണെങ്കിലും 3 കൊല്ലത്തേക്കാണെങ്കിലും ഒരേ റേറ്റ് ആണ്. ഇവിടെ n എത്രയാണ്? 2 ആണ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ 2 ഇയേഴ്സ് ആയതുകൊണ്ട് n 2 ആണ്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സെക്കൻഡ് കേസ് എന്താ? 840 എന്താ? അടുത്ത എമൗണ്ട് ആണ് 840. അത് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. സോ പി ഇൻറ്റു 1 + R/100 ഹോൾ ക്യൂബ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. സോ ഞാൻ ഈ ഇക്വേഷനെ, ദിസ് ഇസ് ഇക്വേഷൻ 1, ദിസ് ഇസ് ഇക്വേഷൻ 2. ഓക്കെ, ഞാൻ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യണം. 2/1 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? പി ഇൻറ്റു 1 + R/100 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 1 + R/100 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 8. ദിസ് ഈസ് ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ ഇതാണ് ചെയ്യുന്നത് 840/800 എന്ന് വരും. 840/800. ഓക്കെ, സോ ഇവിടെ നമുക്ക് പിയും ക്യാൻസൽ ചെയ്യാം. അതേപോലെ 1 + R/100 ഹോൾ സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഹോൾ ക്യൂബ് എന്ന് ക്യൂബ് പോവും, ബാക്കി 1 ആവും. സോ 1 + R/100 = 840/800. ഓർ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 84/80 എന്ന് വരും. ദാറ്റ് ഈസ് 84-ൽ 21 times 4 ഉണ്ട്, 80-ൽ 20 times 4 ഉണ്ട്. ഓക്കെ, 1 + R/100 = 21/20 എന്ന് വരും. അല്ലെങ്കിൽ R/100 = ഈ ഒരു 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 21/20 - 1, 21/20 - 1 which is equal to 21 - 20/20 which is equal to 1/20. So R/100 is equal to 1/20. അപ്പോൾ R is equal to 1/20 into 100 അല്ലെങ്കിൽ 100/20 which is equal to 5. സോ റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റേറ്റ് 5% ആണെന്ന് കിട്ടി. ഓക്കെ, എങ്ങനെയാണ് ചെയ്തത്? എമൗണ്ട് ഇൻവെസ്റ്റഡ്, എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. 2 കൊല്ലത്തേക്കുള്ള എമൗണ്ട് 800 ആണ് തന്നിട്ടുണ്ട്. 3 കൊല്ലത്തേക്കുള്ള എമൗണ്ട് 840 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് സോ 2 കൊല്ലത്തേക്കുള്ള എമൗണ്ട് നമ്മൾ ആ ഒരു ഫോർമുലയിൽ ഇട്ട് കൊടുത്തു. 800 = P × 1 + R/100 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, 3 കൊല്ലത്തേക്കുള്ളത് 840 = P × 1 + R/100 ഹോൾ ക്യൂബ് എന്ന് വന്നു. ഇനി അത് രണ്ടും കൂടെ നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട് R കണ്ടുപിടിക്കണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇക്വേഷനെയും ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്തപ്പോൾ എനിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഡെപ്പോസിറ്റഡ് Rs 5,000 in a bank at 12% in simple interest. Find the number of years taken to get an interest of Rs 1,500. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു NRP/100. ഓക്കെ, ഇവിടെ എത്രയാണ്? പി എന്ന് പറയുന്നത് P is 5,000 and R is 12%. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് 1,500. സേ ഈസ് ഈക്വൽ ടു 1,500. N ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. N ഈസ് ഈക്വൽ ടു എത്ര? സോ നമുക്ക് ഇവിടുന്ന് N ഈസ് ഈക്വൽ ടു SI × 100/RP എന്ന് വരും. ഓക്കെ, ഈ ഒരു സെയിം ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ N ഇതാന്ന് കിട്ടും. സോ SI നമുക്കറിയാം 1,500 × 100 ഡിവൈഡഡ് ബൈ റേറ്റ് എത്രയാണ്? 12%. 12 × P, പ്രിൻസിപ്പൽ എമൗണ്ട് 5,000. സോ 0 0 ക്യാൻസൽ, 0 0 ക്യാൻസൽ, 0 ക്യാൻസൽ. ബാക്കി 150/12 × 5. ഓക്കെ, 150/5 ചെയ്യുമ്പോൾ 30 കിട്ടും. 30/12 എന്ന് കിട്ടും. ഈക്വൽ ടു 30/12. ഓക്കെ, 30/12 ചെയ്യുമ്പം 30-ൽ 2 times 12 ഉണ്ട്, ദാറ്റ് ഈസ് 24. ബാക്കി 6/12 ചെയ്താൽ 0.5, 2.5 എന്ന് കിട്ടും.
ഓക്കെ 2.5 ആണ് ആൻസർ, അല്ലെങ്കിൽ 2 1/2 എന്ന് പറയാം. ഓക്കെ 2 1/2 ഇങ്ങനെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ആ ഫോർമുല മാത്രം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോപ്പുലേഷൻ ഓഫ് Q town increases at the rate of 5% per annum if the present population is എത്രയാണ് 50,400 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് വാസ് ദി പോപ്പുലേഷൻ ഇൻ ദി പ്രീവിയസ് ഇയർ? ഇതിന്റെ മുന്നത്തെ ഇയറിലെ പോപ്പുലേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ, പോപ്പുലേഷൻ നമ്മൾ കൂടുക എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ഹോൾ റേസ് ടു n. ഓക്കെ, ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 5% ആണ് ഇവിടുത്തെ റേറ്റ്. R ഈസ് ഈക്വൽ ടു 5%. ഇഫ് ദി പ്രസന്റ് പോപ്പുലേഷൻ ഈസ്, പ്രസന്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ, അതായത് നമുക്ക് ആ ഒരു റേറ്റ് 5% ഇൻക്രീസിന് ശേഷം ഉള്ള പോപ്പുലേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എമൗണ്ടിലാണ് ഈ എമൗണ്ട് ഇത് കൊടുക്കേണ്ടത്, 50,400 എന്നുള്ള എമൗണ്ടിലാണ് കൊടുക്കേണ്ടത്. കാരണം പ്രീവിയസ് ഇയർ ഉള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് 400 ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട്, അതാണ് പ്രീവിയസ് ഇയറിലെ എമൗണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 1 പ്ലസ് R എത്രയാ 5/100 ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എത്ര, n 1 ആണ്. ഓക്കെ, പ്രീവിയസ് ഇയറിലുള്ളതാണ് ചോദിച്ചത്, അപ്പോൾ അവിടെ ഒരു കൊല്ലം മുന്നേ ഉള്ളതാണ് ചോദിച്ചത്, അപ്പോൾ n 1 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പോപ്പുലേഷൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുലയാണ് യൂസ് ചെയ്തത്. ഇവിടെ ഒരു ടൗണിൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഓരോ കൊല്ലവും 5% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ കൊല്ലവും കോമ്പൗണ്ട് ആയിട്ട് 5% ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഈ കൊല്ലം ഇത്ര എമൗണ്ട് ഉണ്ട്, അപ്പോൾ കഴിഞ്ഞ കൊല്ലം എത്രയായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്തായാലും അതിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, സോ ആൻഡ് ഈ കൊല്ലം ഇത്ര എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് 5% ഇൻക്രീസിന് ശേഷമുള്ള എമൗണ്ട് ആണ്. അതായത് നമുക്കിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 5% ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ഇത്, അതിനെയല്ലേ നമ്മൾ എമൗണ്ട് എന്ന് പറയാം. അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് നമ്മൾ ഈ ഒരു റേറ്റ് ഇപ്പോൾ ഉള്ള ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ടത്, ഈ ഒരു പോപ്പുലേഷൻ കൊടുക്കേണ്ടത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് 5/100. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇതിൽ Pനെ സോൾവ് ചെയ്താൽ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. P ഇൻറ്റു 1 പ്ലസ് 5/100 നമുക്ക് 105/100 എന്ന് പറയാം. ഓക്കെ, സോ ഈക്വൽ ടു P ഇൻറ്റു 105/100, അല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു ഈ 100 ഇങ്ങോട്ടേക്ക് വരും, ദാറ്റ് ഈസ് 50,400 ഇൻറ്റു 100. 105 ഡിനോമിനേറ്ററിൽ വരും, ഡിവൈഡഡ് ബൈ 105. ഓക്കെ, സോ നമ്മളെങ്ങനെ ചെയ്യും, നമുക്ക് സോ 100ൽ എത്ര 5 ഉണ്ട്, 20 ടൈംസ് 5 ഉണ്ട്. 105ൽ 21 ടൈംസ് 5 ഉണ്ട്. ഓക്കെ, പിന്നെ 50,000 ബൈ 21 നമ്മൾ ചെയ്യും. ഇറ്റ് ഈസ് 50ൽ ഓക്കെ, ഇപ്പോൾ 2400 എന്ന് വരും. ദിസ് ഇസ് 2400, ഇതും ക്യാൻസൽ ചെയ്ത് 2400. സോ 2 ഇൻറ്റു 2400 എന്ന് പറയുന്നത് 4800 ആണ്. ഒരു 48,000 ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 48,000 എന്ന ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൽ നിന്ന് കുറേ കൂടെ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇനി അടുത്തൊരു സെഷനുമായിട്ട് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.